ഓം ശാന്തി 4-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മുഴുവൻ ആധാരവും ഓർമ്മയുടെ മേലാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ മധുരമായി മാറുന്നത്. ഈ ഓർമ്മയിൽ തന്നെയാണ് മായയുടെ യുദ്ധം നടക്കുന്നത്. ചോദ്യം: ഈ ഡ്രാമയിൽ വളരെയധികം ചിന്തിക്കുവാൻ യോഗ്യവും കുട്ടികളായ നിങ്ങൾ മാത്രം അറിയുന്നതുമായ രഹസ്യം ഏതാണ്? ഉത്തരം: നിങ്ങൾക്കറിയാം, ഈ ഡ്രാമയിൽ ഒരു പാർട്ട് 2 തവണ അഭിനയിക്കുവാൻ സാധിക്കില്ല. മുഴുവൻ ലോകത്തിലും ഏതെല്ലാം പാർട്ട് അഭിനയിക്കപ്പെടുന്നുവോ അത് ഒന്ന് മറ്റൊന്നിനേക്കാൾ പുതിയതാണ്. നിങ്ങൾ ചിന്തിക്കുന്നു, സത്യയുഗം മുതൽ ഇപ്പോൾ വരെയും എങ്ങനെയാണ് ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്? മുഴുവൻ ആക്ടിവിറ്റിയും മാറുന്നു. ആത്മാവിൽ 5000 വർഷത്തിൻ്റെ ആക്ടിവിറ്റിയുടെ റെക്കോർഡ് നിറഞ്ഞിരിക്കുകയാണ്. അതൊരിക്കലും മാറ്റുവാനാകില്ല. ഈ ചെറിയൊരു കാര്യം കുട്ടികളായ നിങ്ങൾക്കല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ വരുക സാധ്യമല്ല. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികളോട് ചോദിക്കുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ഭാവിയിലെ പുരുഷോത്തമ മുഖവും പുരുഷോത്തമ വസ്ത്രവും കാണുന്നുണ്ടോ? ഇത് പുരുഷോത്തമ സംഗമയുഗമാണല്ലോ. നമ്മൾ പിന്നെ പുതിയ ലോകമായ സത്യയുഗത്തിൽ ഇവരുടെ വംശാവലിയിൽ പോകും എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നു. അതിനെ സുഖധാമം എന്ന് പറയുന്നു. അവിടേക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളിപ്പോൾ പുരുഷോത്തമം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇരിക്കുമ്പോൾ ഈ വിചാരം വരേണ്ടതാണ്. സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ നാളെ നമ്മൾ ഇതാകും എന്ന് അവരുടെ ബുദ്ധിയിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങളും ഇവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ വിഷ്ണുവിൻ്റെ ഡിനൈസ്റ്റിയിൽ പോകും എന്നത് അറിയുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ അലൗകികമാണ്. മറ്റൊരു മനുഷ്യൻ്റെ ബുദ്ധിയിലും ഈ കാര്യങ്ങൾ രമണം ചെയ്യുന്നുണ്ടാകില്ല. ഇത് ഏതെങ്കിലും കോമൺ സത്സംഗമല്ല. ഇവിടെ ഇരിക്കുകയാണ്. ആരെയാണോ ശിവൻ എന്ന് പറയുന്നത്, സത്യമായ ബാബ ആ ഒന്നിൻ്റെ സംഘത്തിൽ ഇരിക്കുകയാണ്. ശിവ് ബാബ തന്നെയാണ് രചയിതാവ്. ആ ഒന്ന് തന്നെയാണ് ഈ രചനയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നത്. ആ ഒന്ന് ഈ നോളജ് നൽകുന്നു. ഇന്നലെയുടെ കാര്യങ്ങൾ പോലെ കേൾപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് റിജുവിനേറ്റ് ആകുവാനാണ്. അതായത് ഈ ശരീരം മാറി ദൈവിക ശരീരം നേടുവാനാണ് എന്ന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആത്മാവ് പറയുന്നു, ഇത് നമ്മുടെ തമോ പ്രധാന പഴയ ശരീരമാണ്. ഇത് മാറി ഇങ്ങനെയുള്ള ശരീരം നേടണം. എത്ര സഹജമായ എയിം ഓബ്ജക്റ്റാണ്. പഠിപ്പിക്കുന്ന ടീച്ചർ തീർച്ചയായും പഠിക്കുന്ന സ്റ്റുഡൻറ്റിനേക്കാൾ സമർത്ഥമായിരിക്കുമല്ലോ. പഠിപ്പിക്കുന്നു, നല്ല കർമ്മവും പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായും ദേവി ദേവത തന്നെയാക്കും. ഈ പഠനം തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. മറ്റാർക്കും പുതിയ ലോകത്തിൻ്റെ അല്പം പോലും അറിവില്ല. ഈ ലക്ഷ്മി നാരായണൻ പുതിയ ലോകത്തിൻ്റെ അധികാരിയായിരുന്നു. ദേവി ദേവന്മാരും നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. എല്ലാവരും ഒന്നുപോലെ ആവുക സാധ്യവുമല്ല. കാരണം രാജധാനിയാണല്ലോ. നിങ്ങൾക്ക് ഈ ചിന്ത നടന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനു വേണ്ടി പാവനമായ ബാബയെ ഓർമ്മിക്കുന്നു. ആത്മാവാണ് ഓർമ്മിക്കുന്നത് തൻ്റെ സ്വീറ്റ് ബാബയെ. ബാബ സ്വയം പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനവും സദോപ്രധാനവുമായി മാറും. മുഴുവൻ ആധാരവും ഓർമ്മയുടെ യാത്രയിന്മേലാണ്. ബാബ തീർച്ചയായും ചോദിക്കും, കുട്ടികളെ, എന്നെ എത്ര സമയം ഓർമ്മിക്കുന്നുണ്ട്? ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് മായയുടെ യുദ്ധം നടക്കുന്നത്.
നിങ്ങൾ യുദ്ധവും മനസ്സിലാക്കുന്നുണ്ട്. ഇത് യാത്രയല്ല, എന്നാൽ യുദ്ധം പോലെയാണ്. ഇതിൽ വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ടതുണ്ട്. നോളജിൽ മായയുടെ കൊടുങ്കാറ്റിൻ്റെയും മറ്റും കാര്യമില്ല. കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ അങ്ങയെ ഓർമ്മിക്കുന്നു, പക്ഷേ മായയുടെ ഒരേ ഒരു കൊടുങ്കാറ്റ് താഴെ വീഴ്ത്തുന്നു. നമ്പർ 1 കൊടുങ്കാറ്റാണ് ദേഹാഭിമാനത്തിൻ്റേത്. പിന്നെയാണ് കാമം, ക്രോധം, ലോഭം, മോഹത്തിൻ്റേത്. കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ ഓർമ്മയിലിരിക്കുന്നതിനായി, ഒരു വിഘ്നവും വരാതിരിക്കുന്നതിനായി വളരെയധികം പരിശ്രമിക്കുന്നു. എന്നിട്ടും കൊടുങ്കാറ്റ് വരുന്നു. ഇന്ന് ക്രോധത്തിൻ്റെതോ ചിലപ്പോൾ ലോഭത്തിൻ്റെയോ കൊടുങ്കാറ്റ് വന്നു. ബാബ, ഇന്ന് നമ്മുടെ അവസ്ഥ വളരെ നല്ലതായിരുന്നു. ഒരു കൊടുങ്കാറ്റും മുഴുവൻ ദിവസവും വന്നില്ല. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചു. സ്നേഹത്തിൻ്റെ കണ്ണുനീരും വന്നുകൊണ്ടിരിക്കട്ടെ. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വളരെയധികം മധുരമായി മാറുന്നത്. നമ്മൾ മായയോട് തോറ്റ് എവിടെ വന്നെത്തിയിരിക്കുകയാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. മനുഷ്യരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പരമ്പര എന്ന് പറയുന്നു. നിങ്ങൾ പറയും, നമ്മൾ വീണ്ടും ഇപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയായി കൊണ്ടിരിക്കുകയാണ്. ഈ നോളജ് ബാബ തന്നെയാണ് വന്ന് നൽകുന്നത്. വിചിത്രമായ ബാബ തന്നെയാണ് വിചിത്രമായ നോളജ് നൽകുന്നത്. വിചിത്രം എന്ന് നിരാകാരനെ പറയുന്നു. നിരാകാരൻ എങ്ങനെയാണ് ഈ നോളജ് നൽകുന്നത്? ബാബ സ്വയം മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ എങ്ങനെയാണ് ഈ ശരീരത്തിൽ വരുന്നത്. എന്നിട്ടും മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ഈ ഒരു ശരീരത്തിലേ വരികയുള്ളൂ. പക്ഷേ ഡ്രാമയിൽ ഈ ശരീരം തന്നെയാണ് നിമിത്തമാകുന്നത്. അല്പം പോലും ചേഞ്ച് ഉണ്ടാവുക സാധ്യമല്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നത്. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത്. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ആത്മാവ് മോസ്റ്റ് വാല്യുബിൾ ആണ്. ആത്മാവ് അവിനാശിയാണ്. കേവലം ശരീരം ഇല്ലാതാകുന്നു. നമ്മൾ ആത്മാക്കൾ നമ്മുടെ പരംപിത പരമാത്മാവിൽ നിന്നും രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും 84 ജന്മങ്ങളുടെയും നോളജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോളജ് ആരാണ് എടുക്കുന്നത്? ഞാൻ, ആത്മാവ്. നിങ്ങൾ ആത്മാവ് തന്നെയാണ് നോളജ്ഫുള്ളായ ബാബയിൽ നിന്നും മൂലവതനത്തെയും സൂക്ഷ്മവതനത്തെയും അറിഞ്ഞത്. നമ്മൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മനുഷ്യർക്ക് അറിയുകയില്ല. മനുഷ്യരാണെങ്കിൽ സ്വയം ശരീരമാണ് എന്ന് മനസ്സിലാക്കി തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ആത്മാവ് സച്ചിത് ആനന്ദ സ്വരൂപമാണ് എന്ന് മഹിമയുണ്ട്. പരമാത്മാവിനാണ് ഏറ്റവും കൂടുതൽ മഹിമയുള്ളത്. ഒരു ബാബയ്ക്ക് എത്ര മഹിമയാണുള്ളത്? ആ ഒന്ന് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. കൊതുകിനെയോ മറ്റോ അത് ദുഃഖം ഹരിച്ച് സുഖം തരുന്നതാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ് എന്നൊന്നും ഇത്രയും മഹിമ ചെയ്യുകയില്ല. അങ്ങനെയല്ല, ഇത് ബാബയുടെ മഹിമയാണ്. കുട്ടികളായ നിങ്ങളും മാസ്റ്റർ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവരാണ്. കുട്ടികളായ നിങ്ങൾക്കും ഈ നോളജ് ഉണ്ടായിരുന്നില്ല. ബേബി ബുദ്ധി പോലെയായിരുന്നു. കുട്ടികളിൽ നോളജ് ഇല്ല. ഏതെങ്കിലും അവഗുണവും ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ അവരെ മഹാത്മാവ് എന്ന് പറയുന്നു. കാരണം പവിത്രമാണ്. എത്രത്തോളം ചെറിയ കുട്ടിയാണോ അത്രത്തോളം നമ്പർ 1 പുഷ്പമാണ്. തീർത്തും കർമാതീത അവസ്ഥ പോലെയാണ്. കർമ്മ അകർമ്മ വികർമ്മങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. അതിനാൽ അവർ പുഷ്പമാണ്. എല്ലാവരെയും ആകർഷിക്കുന്നു. ഏതുപോലെ ഒരു ബാബ എല്ലാവരെയും ആകർഷിക്കുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ എല്ലാവരെയും ആകർഷിച്ച് സുഗന്ധ പുഷ്പമാക്കുവാനാണ്. ചിലരാണെങ്കിൽ മുള്ളിൻ്റെയും മുള്ളായി അവശേഷിക്കുന്നു. 5 വികാരങ്ങൾക്ക് വശപ്പെടുന്നവരെ മുള്ള് എന്ന് പറയുന്നു.
നമ്പർ 1 മുള്ളാണ് ദേഹാഭിമാനത്തിൻ്റെ. അതിലൂടെ മറ്റു മുള്ളുകൾ ജനിക്കുന്നു. മുള്ളുകളുടെ കാട് വളരെയധികം ദുഃഖം നൽകുന്നു. പലതരത്തിലുള്ള മുള്ളുകൾ കാട്ടിലുണ്ട്. അതിനാൽ ഇതിനെ ദുഃഖധാമം എന്ന് പറയുന്നു. പുതിയ ലോകത്തിൽ മുള്ള് ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ അതിനെ സുഖധാമം എന്ന് പറയുന്നു. ശിവബാബ പുഷ്പങ്ങളുടെ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. രാവണൻ മുള്ളുകളുടെ കാട് നട്ടുപിടിപ്പിക്കുന്നു. അതിനാൽ രാവണനെ മുള്ളുകളുടെ ശിഖരങ്ങൾ കൊണ്ട് കത്തിക്കുന്നു. ബാബയുടെ മേൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ബാബയ്ക്കും അറിയാം, കുട്ടികൾക്കും അറിയാം. മറ്റാരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഡ്രാമയിൽ ഒരു പാർട്ട് 2 തവണ അഭിനയിക്കാൻ സാധിക്കില്ല. ബുദ്ധിയിലുണ്ട്, മുഴുവൻ ലോകത്തിലും ഏതൊരു പാർട്ട് അഭിനയിക്കപ്പെടുന്നുവോ അത് ഒന്ന് മറ്റൊന്നിനേക്കാൾ പുതിയതാണ്. നിങ്ങൾ ചിന്തിക്കൂ, സത്യയുഗം മുതൽ ഇപ്പോൾ വരെ എങ്ങനെയാണ് ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്? മുഴുവൻ ആക്ടിവിറ്റി തന്നെ മാറുന്നു. 5000 വർഷത്തിൻ്റെ ആക്ടിവിറ്റിയുടെ റെക്കോർഡ് ആത്മാവിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് ഒരിക്കലും മാറുക സാധ്യമല്ല. ഓരോ ആത്മാവിലും അവരവരുടെ പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ചെറിയൊരു കാര്യം പോലും ആരുടെയും ബുദ്ധിയിൽ വരിക സാധ്യമല്ല. ഈ ഡ്രാമയുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങൾ അറിയുന്നു. ഇത് സ്കൂളാണല്ലോ. പവിത്രമായി ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പഠനം ബാബ പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ബാബ വന്ന് ഇങ്ങനെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിൻ്റെ പഠനം പഠിപ്പിക്കും. ഈ പഠനത്തിലൂടെ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. ഭക്തിമാർഗത്തിൻ്റെ പുസ്തകം തന്നെ വേറെയാണ്. അതിനെ ഒരിക്കലും പഠനം എന്ന് പറയുകയില്ല. ജ്ഞാനം ഇല്ലാതെ സദ്ഗതി എങ്ങനെയാണ് ഉണ്ടാവുക? ബാബയില്ലാതെ സദ്ഗതി ഉണ്ടാകാൻ തക്കവണ്ണം ജ്ഞാനം എവിടെ നിന്നും വരുവാനാണ്? സദ്ഗതിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഭക്തി ചെയ്യുമോ? ഇല്ല. അവിടെ അപാര സുഖമാണ്. പിന്നെ ഭക്തി എന്തിനു വേണ്ടി ചെയ്യണം? ഈ ജ്ഞാനം ഇപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മുഴുവൻ ജ്ഞാനവും ആത്മാവിലുണ്ട്. ആത്മാവിന് ഏതെങ്കിലും ധർമ്മമില്ല. ആത്മാവ് എപ്പോഴാണോ ശരീരം ധാരണ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പറയുന്നു, ഇന്നയാൾ ഇന്ന ഇന്ന ധർമ്മത്തിലേതാണ്. ആത്മാവിൻ്റെ ധർമ്മം എന്താണ്? ഒന്നാമതായി ആത്മാവ് ബിന്ദുവിന് സമാനമാണ്, ശാന്തസ്വരൂപമാണ്, ശാന്തിധാമത്തിൽ വസിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എല്ലാ കുട്ടികൾക്കും പിതാവിൻ്റെ മേൽ അവകാശമുണ്ട്. മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായിപ്പോയ ധാരാളം കുട്ടികളുണ്ട്. അവർ പിന്നെ പുറത്തു വന്ന് തൻ്റെ യഥാർത്ഥ ധർമ്മത്തിലേക്ക് വന്നു ചേരും. ആരാണോ ദേവീദേവതാ ധർമ്മം ഉപേക്ഷിച്ച് മറ്റു ധർമ്മത്തിലേക്ക് പോയത്, ആ എല്ലാ ഇലകളും മടങ്ങി തങ്ങളുടെ സ്ഥാനത്ത് വന്നു ചേരും. നിങ്ങൾ ആദ്യം ബാബയുടെ പരിചയം നൽകണം. ഈ കാര്യങ്ങളിൽ തന്നെയാണ് എല്ലാവരും കുഴങ്ങിപ്പോയിരിക്കുന്നത്. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത്? പരിധിയില്ലാത്ത പിതാവ്. ശ്രീകൃഷ്ണനാണെങ്കിൽ ദേഹധാരിയാണ്. ഇദ്ദേഹത്തെ അഥവാ ബ്രഹ്മബാബയെ ദാദാ എന്നാണ് പറയുക. നിങ്ങളേവരും സഹോദരന്മാരാണല്ലോ. പിന്നെയുള്ളത് പദവിയുടെ മേലാണ്. സഹോദരന്റെ ശരീരം എങ്ങനെയാണ്? സഹോദരിയുടെ ശരീരം എങ്ങനെയാണ്? ആത്മാവ് ഒരു ചെറിയ നക്ഷത്രമാണ്. ഇത്രയും മുഴുവൻ നോളജും ഒരു ചെറിയ നക്ഷത്രത്തിലുണ്ട്. നക്ഷത്രത്തിന് ശരീരമില്ലാതെ സംസാരിക്കാൻ പോലും സാധിക്കില്ല. നക്ഷത്രത്തിന് പാർട്ട് അഭിനയിക്കുന്നതിനായി ഇത്രയും അനേകം ഓർഗൻസ് ലഭിച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങളായ നിങ്ങളുടെ ലോകം തന്നെ വേറെയാണ്. ആത്മാവ് ഇവിടെ വന്ന് പിന്നെ ശരീരം ധാരണ ചെയ്യുന്നു. ശരീരം ചെറുതും വലുതുമാകുന്നു.
ആത്മാവ് തന്നെയാണ് തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നത്. അതും ശരീരത്തിൽ ഉള്ളതുവരെയുമാണ്. വീട്ടിൽ ആത്മാവ് ബാബയെ ഓർമ്മിക്കുമോ? ഇല്ല. നമ്മൾ എവിടെയാണ് എന്ന് അവിടെ ഒന്നും അറിയാൻ കഴിയില്ല. ആത്മാവും പരമാത്മാവും രണ്ടുപേരും എപ്പോഴാണോ ശരീരത്തിലുള്ളത്, അപ്പോൾ ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള എന്ന് പറയുന്നു. ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. എത്ര സമയം വേർപിരിഞ്ഞിരുന്നു? ഓർമ്മ വരുന്നുണ്ടോ? എത്ര സമയം വേർപിരിഞ്ഞിരുന്നു? സെക്കൻഡുകൾ കടന്ന് 5000 വർഷം കഴിഞ്ഞുപോയി. പിന്നെ നമ്പർ 1 മുതൽ ആരംഭിക്കേണ്ടതുണ്ട്. ആക്യുറേറ്റ് കണക്കാണ്. ഇവർ എപ്പോഴാണ് ജന്മമെടുത്തിരുന്നത് എന്ന് ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആക്യുറേറ്റായി പറയാൻ സാധിക്കും. ശ്രീകൃഷ്ണൻ തന്നെയാണ് ആദ്യ നമ്പറിൽ ജന്മമെടുക്കുന്നത്. ശിവന്റെ മിനിറ്റോ സെക്കൻഡോ ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. ശ്രീകൃഷ്ണനെ കുറിച്ച് തിഥിയും തീയതിയും മിനിറ്റും സെക്കൻഡും കണ്ടെത്താൻ സാധിക്കും. മനുഷ്യരുടെ ഘടികാരത്തിൽ വ്യത്യാസമുണ്ടായേക്കാം. ശിവബാബയുടെ അവതരണത്തിലാണെങ്കിൽ തീർത്തും വ്യത്യാസം ഉണ്ടാവുക സാധ്യമല്ല. എപ്പോൾ വന്നു എന്ന് അറിയുവാനേ കഴിയുന്നില്ല. സാക്ഷാത്കാരം ഉണ്ടായി അപ്പോൾ വന്നു എന്നുമല്ല. അങ്ങനെയല്ല. അനുമാനിക്കാൻ സാധിക്കും. മിനിറ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കണക്ക് പറയാൻ സാധിക്കില്ല. ആ ഒന്നിൻ്റെ അവതരണവും അലൗകികമാണ്. ആ ഒന്ന് വരുന്നത് തന്നെ പരിധിയില്ലാത്ത രാത്രിയുടെ സമയത്താണ്. ബാക്കി മറ്റേതെല്ലാം അവതരണവും മറ്റുമുണ്ടാകുന്നു. അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നു. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നു, ചെറിയ വസ്ത്രം ധരിക്കുന്നു, പിന്നെ പതുക്കെ പതുക്കെ വലുതാകുന്നു. ശരീരത്തോടൊപ്പം ആത്മാവ് പുറത്തു വരുന്നു. ഈ എല്ലാ കാര്യങ്ങളും വിചാരസാഗര മഥനം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. എത്ര അനേകം മനുഷ്യരുണ്ട്, ഒന്നുപോലെ ആയിരിക്കില്ല മറ്റൊന്ന്. എത്ര വലിയ അരങ്ങാണ്, വലിയ ഹാൾ പോലെയാണ്. ഇതിൽ പരിധിയില്ലാത്ത നാടകം നടക്കുന്നു. കുട്ടികളായ നിങ്ങൾ ഇവിടെ വരുന്നത് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിന് വേണ്ടിയാണ്. ബാബ ഏതൊരു പുതിയ സൃഷ്ടി രചിക്കുന്നുവോ അതിൽ ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി. പിന്നെ ഈ പഴയ ലോകം അത് വിനാശമാകേണ്ടതുണ്ട്. ബാബയിലൂടെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് പിന്നെ പാലനയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും എപ്പോഴാണോ ഈ ശരീരം ഉപേക്ഷിക്കുന്നത്, അപ്പോൾ പിന്നെ സത്യയുഗത്തിൽ പുതിയ ശരീരമെടുത്ത് പാലന ചെയ്യും. അതിനു മുമ്പേ ഈ പഴയ ലോകത്തിൻ്റെ വിനാശവും ഉണ്ടാകേണ്ടതുണ്ട്. വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കും. പിന്നെ ഈ ഭാരതം മാത്രം അവശേഷിക്കും. ബാക്കിയെല്ലാം ഇല്ലാതായി പോകും. ഭാരതത്തിലും കുറച്ചേ അവശേഷിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് വിനാശത്തിന് ശേഷം പിന്നെ ശിക്ഷകൾ അനുഭവിക്കാതിരിക്കാൻ. അഥവാ വികർമ്മം വിനാശമാവുകയില്ലെങ്കിൽ ശിക്ഷകളും അനുഭവിക്കും, പദവിയും ലഭിക്കുകയില്ല. നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോൾ പറയൂ, ശിവബാബയുടെ അടുത്തേക്ക്. ആ ഒന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. ഈ ബ്രഹ്മാവ് ശിവനല്ല. എത്രത്തോളം ബാബയെ അറിയുമോ അപ്പോൾ ബാബയോട് സ്നേഹവും ഉണ്ടായിരിക്കും. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കേണ്ടതില്ല. മറ്റു കൂട്ടുകെട്ടിനോടുള്ള സ്നേഹം വേർപ്പെടുത്തി ഒന്നിനോട് കൂട്ട് യോജിപ്പിക്കൂ. ഇതുപോലെ പ്രിയതമയും പ്രിയതമനുമുണ്ടല്ലോ. ഇതും ഇങ്ങനെയാണ്. 108 സത്യമായ പ്രിയതമന്മാർ ഉണ്ടാകുന്നു. അതിലും 8 സത്യസത്യമായവർ തയ്യാറാകുന്നു. 8ൻ്റെയും മാലയുണ്ടല്ലോ, നവരത്നങ്ങൾ എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. 8 മണികൾ. 9ാമത്തേത് ബാബ. മുഖ്യമായതാണ് 8 ദേവതമാർ.
പിന്നെ 16,108 രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും കുടുംബം തയ്യാറാകുന്നു ത്രേതയുടെ അവസാനം വരെ. ബാബയാണെങ്കിൽ ഉള്ളം കൈയിൽ സ്വർഗം കാണിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ലഹരിയുണ്ട്. നമ്മൾ സൃഷ്ടിയുടെ അധികാരിയാകുന്നു. ബാബയുമായി ഇങ്ങനെയുള്ള ഇടപാട് നടത്തണം. ഏതെങ്കിലും വിരളം വ്യാപാരിമാരെ ഈ ഇടപാട് നടത്തുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യാപാരിയുമില്ല. കുട്ടികളായ നിങ്ങൾ ഇങ്ങനെ ഉന്മേഷത്തിലിരിക്കൂ. നമ്മൾ ബാബയുടെ അടുത്ത് പോവുകയാണ്. മുകളിലുള്ള ബാബ ലോകത്തിന് അറിയില്ല. അവർ പറയും ആ ഒന്ന് അന്തിമത്തിൽ വരുന്നു എന്ന്. ഇപ്പോൾ അതേ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. അതേ ഗീതയുടെ മഹാഭാരതത്തിൻ്റെ സമയമാണ്. അതേ യാദവർ മൂസലങ്ങൾ മിസൈൽസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ കൗരവരുടെ രാജ്യമാണ്. നിങ്ങൾ അതേ പാണ്ഡവർ നിൽക്കുകയാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ വീട്ടിലിരിക്കവേ വന്നിരിക്കുകയാണ്. അതിനാൽ ബാബ പറയുന്നു, തൻ്റെ സമ്പാദ്യം നടത്തൂ. ഈ വജ്രതുല്യ ജന്മം അമൂല്യമായി പാടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെ കൗടിക്ക് പകരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നിങ്ങൾ ഈ മുഴുവൻ ലോകത്തെയും രാമരാജ്യമാക്കുന്നു. നിങ്ങൾക്ക് ശിവനിൽ നിന്നും ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ഈ കാലത്ത് പലരുടെയും അകാല മൃത്യുവും ഉണ്ടാകുന്നു. ബാബ ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നു. മായ ബുദ്ധിയുടെ പൂട്ട് പൂട്ടുന്നു. ഇപ്പോൾ മാതാക്കളായ നിങ്ങൾക്കു തന്നെയാണ് ജ്ഞാനത്തിൻ്റെ കലശം ലഭിച്ചിരിക്കുന്നത്. അബലകൾക്ക് ബലം നൽകുന്നവൻ ആ ഒന്നാണ്. ഇതുതന്നെയാണ് ജ്ഞാനാമൃതം. ശാസ്ത്രങ്ങളുടെ ജ്ഞാനത്തെ അമൃത് എന്നൊന്നും പറയുന്നില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു ബാബയുടെ ആകർഷണത്തിലിരുന്ന് സുഗന്ധ പുഷ്പം ആകണം. തൻ്റെ സ്വീറ്റ് ബാബയെ ഓർമ്മിച്ച് ദേഹാഭിമാനത്തിൻ്റെ മുള്ളുകളെ കത്തിക്കണം. ഈ വജ്രതുല്യമായ ജന്മത്തിൽ അവിനാശി സമ്പാദ്യം ശേഖരിക്കണം. കൗടികൾക്ക് പകരം ഇതിനെ പാഴാക്കരുത്. ഒരു ബാബയിൽ സത്യമായി സ്നേഹിക്കണം. ഒന്നിൻ്റെ കൂട്ടുകെട്ടിലിരിക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ സദാ സന്തോഷത്തിൻ്റെ പോഷണം കഴിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഈ ലോകത്തിൽ ബ്രാഹ്മണരായ താങ്കളെപ്പോലെ ഭാഗ്യശാലി മറ്റാരും ഉണ്ടാവുക സാധ്യമല്ല. കാരണം ഈ ജീവിതത്തിൽ തന്നെയാണ് നിങ്ങൾക്കേവർക്കും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനം ലഭിക്കുന്നത്. സദാ സന്തോഷത്തിൻ്റെ പോഷണം കഴിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിശ്ചിന്ത ചക്രവർത്തിയാണ്. ഇങ്ങനെയുള്ള നിശ്ചിന്ത ജീവിതം മുഴുവൻ കൽപ്പത്തിലും മറ്റൊരു യുഗത്തിലുമില്ല. സത്യയുഗത്തിൽ നിശ്ചിന്തമായിരിക്കും, എന്നാൽ അവിടെ ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾക്ക് ജ്ഞാനമുണ്ട്. അതിനാൽ എന്നെപ്പോലെ ഭാഗ്യശാലിയായി ആരുമില്ല എന്ന് ഹൃദയത്തിൽ നിന്നും വരുന്നു. സ്ലോഗൻ: സംഗമയുഗത്തിലെ സ്വരാജ്യ അധികാരി തന്നെയാണ് ഭാവിയിലെ വിശ്വരാജ്യ അധികാരി ആകുന്നത്. ഓം ശാന്തി. ചിന്തിക്കൂ, ഞാൻ ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന സൂക്ഷ്മ ശക്തിയാണ്. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്.
ശാന്ത സ്വരൂപ ആത്മാവിൽ നിന്നും നാനാഭാഗത്തും ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് കാണൂ. ശാന്തിയുടെ ഈ പ്രകാശകിരണങ്ങൾ അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ച് ശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വിഭാവന ചെയ്യൂ. ശാന്തസ്വരൂപ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിട്ട് ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായ ആത്മലോകത്തിലേക്ക് സഞ്ചരിക്കുന്നത് കാണൂ. ഗോൾഡൻ റെഡ് ലൈറ്റ് സർവത്ര വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മലോകത്തിൽ സ്വയം ജ്യോതിർബിന്ദുവായി സ്ഥിതി ചെയ്യുന്നത് വിഭാവന ചെയ്യൂ. ഈ ലോകത്തിൽ സർവത്ര ശാന്തിയാണ്. സ്വീറ്റ് സൈലൻസ് ആണ്. ഈ ലോകത്തിൽ ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലോകം മുഴുവൻ ഏതൊരു പരമശക്തിയെയാണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സർവശക്തിവാനായ എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ സമീപത്ത് ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന തേജസ്വി കിരണങ്ങൾ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. ശാന്തിസാഗരവും സർവശക്തിവാനുമായ ബാബയിൽ നിന്നും ശാന്തിയും ശക്തിയും സമ്പൂർണമായും എൻ്റെ ദിവ്യബുദ്ധിയിൽ ധാരണ ചെയ്ത് ഞാൻ വീണ്ടും എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരികയാണ്. പരമധാമത്തിൽ നിന്നും ഈ ദൃശ്യ പ്രപഞ്ചത്തിലേക്കും സഞ്ചരിച്ച് സ്ഥൂല ശരീരത്തിൽ മസ്തക മധ്യത്തിൽ സമ്പന്ന അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.